ഞാൻ പോവേ. എടാ ഒന്നും പറ്റൂല, ഞാനേ പോവില്ല. എടാ പറ്റൂല, എടാ നീ എന്താ പറയുന്നത്? അതൊന്നും പറ്റൂല, ഞാനേ പോവില്ല. എടാ നീ പോടെ, എനിക്ക് അവരോട് ടീച്ചറിനോട് പറയില്ല, അവര് ഇതില്ല എനിക്ക്. എടാ നീ ഒന്ന് പോടെ. സുധിയേട്ടാ മിണ്ടാണ്ടിരിക്കടാ. ഞാൻ ഒരു സെമിക്കേട് പരിപാടി സെറ്റപ്പ് ആക്കണേ. നീ വരണ്ട, ഞാൻ പൊക്കോളാം. മാഷ് എന്ത് പരിപാടിയും കാണിച്ചു എന്നാ സുധി? മാഷ് എനിക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് പിള്ളേർക്ക് പറയാം. അത് സത്യല്ലേ? നിനക്ക് എന്ത് യോഗ്യതയുള്ള മത്സരിക്കാൻ? നമ്മളെ സുധിയേട്ടൻ 5-6 തച്ചിട്ട് വന്നിട്ടാ. ഷാഫി, ഇത് ഗുസ്തി മത്സരമല്ല, സ്കൂൾ തെരഞ്ഞെടുപ്പാണ്. അറ്റൻഡൻസ് രജിസ്റ്റർ. ഞാൻ ഇടക്കിടക്കൊക്കെ വരില്ല മാഷെ. നീ ആ CA ക്ലാസ്സിന് വന്നിനാ? മാഷക്കറിയാവുന്ന എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് താല്പര്യമില്ല. എടാ, അത് കമ്പ്യൂട്ടർ കോഴ്സിന്റെ പേരല്ല, പൗരത്വ നിയമത്തിന്റെ ക്ലാസ് ആയിരുന്നു. അതല്ലേ? അയ്യോ, അങ്ങനെ അത് മാഷിനിക്കേ മാവെങ്കിലും ഒരു ചെറിയൊരു പുരാവസ്തു വെച്ചോണ്ട്. പുരാവസ്തുവോ? അല്ല, പുരാവസ്തു അല്ല, പുരാവസ്തു പോലത്തെ ഒരു ചെറിയ വീട്ടിൽ. അപ്പൊ മുത്തലാഖിന്റെ ക്ലാസ്സിന് അത് ഞാൻ അന്നല്ലേ ഒരു ഒഴിച്ചെണ്ണി പോകണ്ടായി. മാഷേ, ഈ ചെറുക്കൻ മഹാ അലമ്പനാട്ടോ. ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ ചീത്ത വിളിയാ. ഇവനോട് അത് നിർത്താൻ പറ, എന്നിട്ട് മതി ഓന്റെ ഒരു മത്സരം. എടാ, നീ ഇലക്ഷനെ വിജയിച്ചിട്ടാകുമ്പം മറ്റേ പാർട്ടി പോകുന്നു പറഞ്ഞില്ലേ? ശ്രുതി, ഈ പ്രാവശ്യം കൃത്യമായി ക്ലാസ്സിൽ വരികയും കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾക്കും അതാണ് താല്പര്യം, പിന്നെ നമ്മൾക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാവരുടെയും നന്മയും കരുതി മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാജ്യം നിങ്ങളോട് ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ ആവശ്യപ്പെടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് MV ജയരാജനെ വിജയിപ്പിക്കുക.